So friends, welcome back to our channel Let's Fairyland. Let's കേരിക്കല്ലേ. സോ ഇന്ന് നമ്മൾ കേരളീയ ആഘോഷിക്കാൻ പോവാണ്. ഇത് ഇന്നല്ല നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്ന പോലെ നല്ല ലേറ്റ് ആയിട്ടാണ്. ആക്ച്വലി November 1st to 7th ആയിരുന്നു ട്രിവാൻഡ്രത്ത് കേരളീയം ഫംഗ്ഷൻ നടന്നത്. അപ്പൊ ഞങ്ങൾ അന്ന് പോയായിരുന്നു, വീഡിയോസ് എടുത്തു. പക്ഷെ ലേറ്റ് ആയിപ്പോയി, ഡിലേ ആയിപ്പോയി എഡിറ്റ് ചെയ്ത് അയച്ചു തരാൻ. ഞങ്ങള് കുറച്ച് മടി പിടിച്ച് അങ്ങനെ ഞങ്ങൾ ഇട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഈ ഫോണിൽ കിടക്കുന്ന കാരണം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഒരു എഫേർട്ട് എടുത്തതല്ലേ, അപ്പൊ ലേറ്റ് ആയാലും ഇടാന്ന് നിങ്ങൾക്കും കൂടെ ഞങ്ങളുടെ ഒരു കുട്ടി സന്തോഷം, ഒരു ഹാപ്പി ജേർണി നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. അവിടെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബ്ലോക്ക് ആയിരുന്നു. പിന്നെ ഈ ലൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി നല്ല പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ഒരു കമ്മൽ ഷോപ്പ് ഒക്കെ കണ്ടു. അപ്പോഴേക്കും മന്നു അവിടെ സ്റ്റക്കായി നിന്നു, കമ്മൽ വാങ്ങണോന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 2-3 കമ്മൽ വാങ്ങിച്ചു. കൊറേ നോക്കും, ആള് ഫുൾ നോക്കി 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 ഇട്ടൊക്കെയാ വാങ്ങുന്നത്. അങ്ങനെ 3 വാങ്ങിച്ചു. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും കേരള ഫിനാൻഷ്യൽ അല്ല, മുനിസിപ്പൽ കോർപ്പറേഷൻ കൊറേ ലൈറ്റ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. നടുക്ക് വരുന്ന ഇമോജി ഉണ്ടോ ചേഞ്ച് ആവുന്നത്, അത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഈ നടക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത് ഒത്തിരി ദൂരെയാ അല്ലെ. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഒത്തിരി ദൂരെയാ പാർക്കിംഗ് കിട്ടി. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. കുറച്ച് അടുത്തടുത്ത് എത്തുന്തോറും നടക്കുന്തോറും ക്രൗഡ് കൂടിയത് കാരണം ഭയങ്കര പാടായിരുന്നു. പക്ഷെ ലക്കിലി ഹാപ്പിലി ആ ടൈമിൽ മഴയില്ലായിരുന്നു. മഴ ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ കൊളായി പോയേനെ. അങ്ങനെ നമ്മൾ എത്തി കുറെ ലൈറ്റ് ഉണ്ടായത് ആ വഴിയിലൊക്കെ. ഈ ട്രീസിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഐ റിയലി ലവ്ഡ് ഇറ്റ് എ ലോട്ട്. പിന്നെ അങ്ങനെ നമ്മൾ അകത്ത് കയറി. ഇവിടെ ഈ ഗ്രാസിലൊക്കെ ഒരു ലയണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഗ്രാസിലല്ല, ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് അവിടെ ഒരു ലയണിന്റെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, പക്ഷെ എനിക്ക് ഇപ്പോഴും ഈ ക്രിസ്മസിനെയാണ് ഭയങ്കര ഇഷ്ടമായത്. ക്രിസ്മസിന് ഭയങ്കര രസമായിരുന്നു. കുറച്ചും കൂടെ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും മനുവിന്റെ മാക്സിമസിനെ കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. മനു കണ്ടങ്ങ് ഷോക്ക് ആയി പോയി. അയ്യോ മാം എന്നുള്ള രീതിയിൽ ആള് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന മാമിനെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ സ്റ്റക്ക് അടിച്ച് നിൽക്കുമായിരുന്നു അല്ലേ. ഞാൻ സഡൻലി മാമിനെ കണ്ടപ്പോ പോയി. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ടെന്റ് ഉണ്ട്. അവിടെ ഫുൾ ഫ്ലവേഴ്സ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ കുറെ ഈ ബൊക്കേസ് ഒക്കെ ഉണ്ട്, അല്ലാത്ത അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ റോസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അറിയാത്ത കുറെ ഡിഫറെന്റ് ടൈപ്സ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡോരി ഓർക്കിഡും ഒക്കെ മനുവിന് അറിയാം അല്ലെ. ബാക്കിയുള്ളതൊന്നും റോസും അറിയാം. റോസ് ഒക്കെ അറിയാം, ലില്ലി അറിയാം, ഡേസി അറിയാം. പക്ഷെ ആ ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ ഇവിടെ വേറെയാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെയാണ് ഞാൻ മിസ് ലക്ഷ്മിയെ കണ്ടത്. ആക്ച്വലി നമ്മുടെ നാഷണൽ എന്തോ ഇന്ത്യയുടെ മാപ്പ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ, ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫ്രഷ് ആയിട്ട്. I love my India. യെസ്. പിന്നെ ഇവിടെ കുറെ ഫ്ലവേഴ്സ് പിന്നെ ഉണ്ടായിരുന്നു. അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന രീതി ഇഷ്ടമായി. പക്ഷേ ക്രിസ്മസിനെയാണ് കുറച്ചും കൂടി 1% 2% ഹയർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്കത് ഇഷ്ടമായി. പിന്നെ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു വലിയ ക്യൂ വെയിറ്റ് ചെയ്തിരിക്കണം. എന്തെന്ന് വെച്ചാൽ ഒരു പുതിയ കേരളത്തിന്റെ അല്ല, അകത്ത് നമ്മുടെ തനതായ കുറെ ഇൻസ്ട്രുമെന്റ്സും ഡാൻസ് ഫോമും അവരുടെ ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നമുക്കത് കാണാനും ഒന്ന് തൊട്ടറിഞ്ഞു പോകാനൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു സൗഭാഗ്യം ഇല്ലേ. നമ്മള് ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത കുറെ ഇൻസ്ട്രുമെന്റ്സ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അല്ലെ. മന്നൂനൊക്കെ മിക്കതും ഫസ്റ്റ് ടൈം കാണുന്നതല്ലേ. മിക്കതും ഫസ്റ്റ് ടൈമാ. ചെണ്ട തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ മുദ്രാസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ഹാർമോണിയം, അങ്ങനെ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു. സ്നേക്കിന്റെ ഷേപ്പിലുണ്ടായിരുന്നു. സ്നേക്കിന്റെ ഷേപ്പിലുള്ള ഒരു ഊത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഡോണ്ട് ടച്ച് എന്ന് കുറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. 2-3 ചെണ്ടയൊക്കെ നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഈ സ്റ്റിക്ക് ടൈപ്പിലാണ്, സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. നല്ല ഫണ്ണായിരുന്നു. ആർട്ട് ഫോമിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് യൂണിക് ഫോർ മീ. എന്നിട്ട് ഇവിടെ ഹാർമോണിയം ഉണ്ടായിരുന്നു. ഇവിടെ എഴുതിയിട്ടുള്ളത് കണ്ടില്ലേ, പ്ലീസ് ഡോണ്ട് ടച്ച്. ഹാർമോണിയം ഉണ്ടായിരുന്നു. ഹാർമോണിയം ഒക്കെ പണ്ട് കണ്ടിട്ടുള്ളതാണ്.
കൊച്ചിലെ ഞാനൊരു 6th 7th മഞ്ഞ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്? ഫസ്റ്റ് ടൈം അല്ല, എന്റെ സ്കൂളിൽ കണ്ടിട്ടുണ്ട്. സ്കൂളിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ. ആ. അപ്പൊ ഇവിടെ ഒരു ചെണ്ട ഉണ്ടായിരുന്നു. അല്ല, ചെണ്ടയെന്നല്ല ഇതിനെ പറയുന്നത്. ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ വാപ്പി ചെയ്യുന്ന കണ്ടിട്ട് മന്നുവിന് ജസ്റ്റ് ഒരു ചമ്മല നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ചെയ്തു അല്ലേ? ഇവിടെയാണ് ഈ മുദ്രീസിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നത്. ക്ലാസിക്കൽ ഡാൻസിന്റെ ഫുൾ മുദ്രാസനം. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ ആളെ പിടിച്ച് നിർത്തിയപ്പം എന്തോ ഒരു ഒരു കൺഫ്യൂഷൻ പോലെ നിൽക്കുക. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഓർണമെന്റ്സും കാര്യങ്ങളും എല്ലാം അല്ലേ? ഇവിടെ അവരുടെ യൂസ് ചെയ്യുന്ന ഡ്രസ്സ്, പിന്നെ അവർ യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ് ഒക്കെ ഫുൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇതൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ കംപ്ലീറ്റ്ലി ലൈറ്റ് ആയിരുന്നു. ഫുൾ ലൈറ്റ്, ഇങ്ങനെ ബുക്സിന്റെ അല്ലാത്ത ഡെക്കറേഷൻസ് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. പിന്നെ നമ്മളിതാ പുറത്തിറങ്ങി ഞാൻ ഒരു മാസ്ക് ഒക്കെ വാങ്ങിച്ചു. ഐ ലൈക്ക് ദാറ്റ്. പിന്നെ ഞാൻ ഇവിടെ ഒരു അത്തർ വാങ്ങിച്ചു സ്കൂളിൽ ഇടാൻ വേണ്ടി. സോ ബൈ.